ചുറ്റിയൊക്കെ ഏതാണ്ട് അടിച്ചതാ. ബാക്കിയെല്ലാം അടിച്ച് പൊളിച്ച് കളഞ്ഞവർ. ഈ നിര ഒരെണ്ണം എടുത്തില്ല തോട്ടി കൊണ്ടിട്ട്. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ കൊച്ചിൻ്റെ പൈസ ഇവിടെ 1400 രൂപ ഞാൻ വിറ്റ് ഈ സാധനങ്ങൾ ഇവിടെ മുള്ളിപ്പറക്കി വെച്ചിരുന്നതാണ്. അത് വന്നിരുന്ന മുള്ളിപ്പറക്കുണ്ട്. എന്നിട്ട് തേയില, പിന്നെ ഒരു കിലോ പോയില, ഒരു കിലോ തേയില, പിന്നെ ഒരു 5 പാക്കറ്റ് സിസർ, ഈ 1400 രൂപ വിറ്റത് ഒരു ഭരണിക്കകത്തിട്ടേ അവിടെ വെച്ചിരുന്നതാണ്. പോലീസ് ഇന്നലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നായിരുന്നു. അന്ന് തന്നെ സംഭവ സ്ഥലത്ത് ഇവിടെ എത്തി. ആള് വിളിച്ചു വരുത്തി. അങ്ങനെ അവർ പറഞ്ഞു ഒരു പേപ്പർ തന്നേക്കാൻ പറഞ്ഞ് അവർ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അതാണ്ട് വൃത്തവനമുക്കി ആ ശിവിയുടെ കട. ഇത് പിന്നെ പാക്കിക്കൊന്ന് ഇറങ്ങി നെടുങ്ങോട്ട് പോകണം. വഞ്ചിപ്പറ്റി ഉണ്ട്. അതൊക്കെ ഉണ്ട്. ശല്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി പോലീസ് പെട്രോളിംഗ് കാണും. ഉണ്ട്. അവർ വരുമ്പോ അവര് പല ദിവസവും രാത്രി വരുന്നുണ്ട്. ഒളിച്ചിരിക്കാൻ സൗകര്യമുണ്ട്. ഇതാണ്ട് പൂട്ടുണ്ടായിരുന്നു. പൂട്ടടിച്ചാണ്ട് ഒരെണ്ണം അടിച്ച് വളച്ച് കൂടെ അത് ചുറ്റിയൊക്കെ ഏതാണ്ട് അടിച്ചതാ. ബാക്കിയെല്ലാം അടിച്ച് പൊളിച്ച് കളഞ്ഞവര്. ഈ നിര ഒരെണ്ണം എടുത്തില്ല തോട്ടി കൊണ്ടിട്ട് ആയിരിക്കും. എന്നിട്ട് അവിടെ ഒരു ഇതുപോലൊരു സ്ലാബ് വാർത്തയുണ്ട്. അതിൻ്റെ മുകളിൽ ചെന്ന് പൈസ എടുത്തിട്ട് ആ ടിന്ന് ആ തോട്ടി കളഞ്ഞു വെച്ചു. സ്ഥിരമായിട്ട് ഇവിടെ ആളുകൾ വന്ന് കൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ ഒരു അച്ചായ കച്ചവടം ചെയ്ത 5-6 തവണ കുത്തി തുറന്ന് ഗ്യാസും അതും ഇതും എല്ലാം എടുത്തോണ്ട് പോയ. അന്ന് നല്ല കച്ചവടമായിരുന്നു. അന്ന് നല്ല കച്ചവടമുള്ള സമയമായിരുന്നു അങ്ങാർക്ക്. അരിയോ ഏതാണ്ടൊക്കെ എടുത്തോണ്ട് പോയി. ഗ്യാസ് കുറ്റി എടുത്തതിൽ കിണറ്റി കൊണ്ടിട്ട് അതിപ്പോ അച്ഛൻ ഏതാണ്ടൊരു 8 വർഷത്തിന് മുമ്പ് ഇവിടെ കച്ചവടം ചെയ്തിരുന്നേ. അതാണ്ട് അങ്ങാരിപ്പം വൃന്ദാവനം മുക്കിലാ കച്ചവടം. പിടിച്ചിട്ടൊന്നുമില്ലായിരിക്കുമല്ലോ അന്ന്. അത് പിടിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ. പിടിച്ചു കാണും.